ഇതേ ദിവസം ഇതേ ബോധവൽക്കരണ ക്ലാസ് നമുക്ക് സിസ്റ്റർ നമ്മളുടെ ഹെൽത്ത് നേഴ്സ് തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ കുറേ അറിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പറയുന്ന ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസ് എടുക്കാനായി അശ്വതിയെ ക്ഷണിക്കുന്നു. രോഗമാണ്. കാരണം അത് നമ്മൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ്. ഇത് സാധാരണയായി നമുക്ക് പകരുന്ന ഏതിലേക്കാണോ? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഏതിൽ നിന്നാണ് നമുക്ക് പകരുന്നത്? പട്ടി വിഷബാധ കേട്ടിട്ടില്ലേ? അതാണ്. നായ്ക്കളെ പേ വിഷബാധയുള്ള നായ്ക്കൾ കടിച്ചു കഴിയുമ്പോഴാണ് ഇത് നമുക്ക് പകരുന്നത്. ഇപ്പൊ എല്ലാ കടിക്കുന്ന നായകൾക്കും വിഷബാധയില്ല. അപ്പൊ നമ്മൾ നായ്ക്കൾ കടിച്ചാൽ ഇപ്പൊ നിങ്ങളെ കുട്ടികളാണ്. ഇപ്പൊ നിങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പറയുകയോ പേരൻസിനോട് പറയുകയോ ഒന്നും ചെയ്തില്ല, പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. അപ്പൊ നമ്മൾ എന്നെങ്കിലും നായയോ അല്ലെങ്കിൽ പൂച്ചയോ കടിച്ചാലും വരും. അപ്പൊ നമ്മൾ കടിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കടിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നായ, പൂച്ച, മറ്റു മൃഗങ്ങൾ മൃഗങ്ങളുടെ കടിയേറ്റാൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ